ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ സി എയുടെ ഓറിയൻറ്റേഷൻ കോഴ്സിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സി എയുടെ ആർട്ടിക്കിൾഷിപ്പിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു 50 ഡേയ്സ് പ്രോഗ്രാമാണ് ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അതേപോലെ IT എന്നൊരു ക്ലാസ്സും കൂടെ ഉണ്ട് 50 ഡേയ്സിന് തന്നെ. ഇത് രണ്ടും കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾഷിപ്പിന് ജോയിൻ ചെയ്യാണ്ട് പറ്റുള്ളൂ. നമ്മൾ റിസൾട്ട് വന്ന് പാസ്സായാലല്ല നമുക്കിത് ചെയ്യാൻ പറ്റുക. അതിന് മുമ്പ് നമുക്ക് ചെയ്യാം, അതിന് ശേഷവും ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ ആർട്ടിക്കിൾഷിപ്പിന് മുമ്പ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. രണ്ടും ഒരു സ്ഥലത്ത് തന്നെ ചെയ്യണമെന്നില്ല, ഒരു ബ്രാഞ്ചിൽ തന്നെ ചെയ്യണമെന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചിൽ ചെയ്യാം. പിന്നെ അതിന് ലീവ് എടുക്കുന്ന കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എനിക്കൊന്നൊരു 1.5 ഡേ നമുക്ക് ലീവ് എടുക്കാം, അങ്ങനെയാണ്. പക്ഷേ നമുക്കങ്ങനെ ലീവ് എടുക്കേണ്ട അത്ര അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ നമ്മളെ മടുപ്പിക്കുന്ന ബോറടിക്കുന്ന ഒരു പ്രോഗ്രാംസ് അല്ല ITTയും. അതേപോലെ ഓറിയൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓറിയൻറ്റേഷൻ ഒട്ടും തന്നെയല്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും മടുപ്പൊന്നും സാധ്യത ഉണ്ടെങ്കിൽ അത് ITT മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിന് നമുക്ക് രണ്ടിനും രജിസ്റ്റർ ചെയ്യണം. രണ്ടിനും ഫീസുണ്ട്. 6500ഉം 7000ഉം ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് ഫുഡൊക്കെ അവിടെ തന്നെ കിട്ടും. ഫുഡൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ചില സ്ഥലങ്ങളിൽ രാവിലെയും വൈകിട്ടും നമുക്ക് ടീ ഉണ്ടായിരിക്കും, ചില സ്ഥലങ്ങളിൽ വൈകിട്ട് മാത്രമേ ടീ ഉള്ളൂ. ഉച്ചയ്ക്ക് നമുക്ക് ഫുഡും കിട്ടും. അപ്പം അതിനെല്ലാം കൂടി ഒരു എക്സ്പെൻസ് ഒക്കെ ചേർത്താണ് ആ ഒരു എമൗണ്ട് വരുന്നത്. പിന്നെ ഇതിന് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ്. ഞാൻ എൻ്റെ ഓറിയൻറ്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് ആലപ്പുഴ ബ്രാഞ്ചിലാണ്, അതേപോലെ ITT കോട്ടയം ബ്രാഞ്ചിലാണ്. രണ്ടും വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആലപ്പുഴ ബ്രാഞ്ചിലാണ്. എല്ലാ കാര്യങ്ങളും എല്ലാം കൊണ്ടും നല്ലത് ആലപ്പുഴ ബ്രാഞ്ച് തന്നെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു അറ്റ്മോസ്ഫിയർ ആവട്ടെ, എല്ലാം കൊണ്ടും നല്ലത്, ഫാക്കൽറ്റീസ് ആവട്ടെ, എല്ലാം നല്ലത് ആലപ്പുഴയിലാണ്. പിന്നെ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത്. കാര്യം ഞാൻ പേയ്മെൻറ്റ് ചെയ്തപ്പം ഓറിയൻറ്റേഷൻ ആവട്ടെ 2-3 തവണ പേയ്മെൻറ്റ് കൊടുത്തിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ ബാങ്കിൻ്റെ കാർഡ് വെച്ചാണ് ചെയ്തത്. ശരിക്കും നമ്മൾ കറക്റ്റായത് ഫെഡറൽ ബാങ്കിൻ്റെ കാർഡ് വെച്ച് ചെയ്തപ്പോഴാണ്. അപ്പം പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്യുന്ന ടൈമിൽ 2-3 തവണ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പം ഈ സീറ്റൊക്കെ പെട്ടെന്ന് ഫില്ലാവുന്നൊരു കേസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ഡിലേ ആവുന്ന ടൈം അനുസരിച്ച് ബാക്കിയുള്ള സീറ്റ്സ് ചിലപ്പം ഫില്ലായി പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ആ കാര്യങ്ങൾ ഒന്ന് പ്ലാൻ ചെയ്യുക. ശരിക്കും റിസൾട്ട് വരാൻ കാത്തിരിക്കണമെന്നില്ല. എക്സാം കഴിഞ്ഞ് നമ്മളിരിക്കുന്ന ടൈമിലാണെങ്കിൽ പോലും നമുക്ക് ആ ടൈമിൽ നമ്മൾ ITTയും ഓറിയൻറ്റേഷനും കംപ്ലീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ആ സീറ്റ് ഫില്ലാവുന്നുണ്ടോ, നിങ്ങൾ ഏത് ബ്രാഞ്ചാണ് സെലക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ഒരു പ്ലാനിങ് നേരത്തെ തന്നെ ഉണ്ടാവുക. പിന്നെ ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാലും ITT ആയാലും രണ്ടിനും നമുക്ക് ഫോർമൽ ഡ്രസ്സ് ആണ് കൂടുതലും ഇടുന്നത്, ഫോർമലേ പറ്റുള്ളൂ. അപ്പം ആ ഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ CA എന്ന് പറയുന്ന ഒരാൾ നമുക്കറിയാം, അയാൾ CA പാസ്സായി കഴിയുമ്പം അയാൾക്ക് നല്ല രീതിക്കുള്ള നോളഡ്ജ് ഉണ്ടായിരിക്കും നമ്മളെ ആ ഒരു ഫീൽഡിൽ. പക്ഷേ ആ ഒരു നോളഡ്ജ് കൊണ്ട് മാത്രം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു കോർപ്പറേറ്റ് ഫീൽഡ് മറ്റ് പല കാര്യങ്ങളുണ്ട്. നമുക്ക് നല്ല നോളഡ്ജ് ഉണ്ട്, പക്ഷെ നമുക്ക് ഒരാളോട് എങ്ങനെ സംസാരിക്കണമെന്ന് അറിയില്ല. ഒരു ടാസ്ക് കിട്ടി നമ്മൾ ഭയങ്കര നെർവസായി കാര്യമില്ല. അപ്പം ആ ഒരു ഫീൽഡിലൊക്കെ നമ്മൾ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പം ആ ഒരു രീതിയിൽ നമ്മളൊന്ന് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഓറിയൻറ്റേഷൻ കോഴ്സിലൂടെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുക. പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടായിരിക്കും, അതേപോലെ റൈറ്റിംഗ് ഉണ്ടായിരിക്കും, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ അറ്റൻഡ് ചെയ്ത ഓറിയൻറ്റേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഈ ഓറിയൻറ്റേഷനോ ITTയോ ഒരു ബാച്ച് കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം 12 സ്റ്റുഡൻസ് എങ്കിലും ഉണ്ടാവണം. എൻ്റെ ഓറിയൻറ്റേഷനിൽ ആ ഒരു 12 സ്റ്റുഡൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഞങ്ങളൊരു 7 പേരോളം ഒന്നിച്ച് പഠിച്ചവരാണ്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചവരാണ്. അപ്പം ബാക്കിയുള്ള ആ ഒരു 8 പേരെ നമ്മൾ 8 പേരില്ലല്ലോ, 5 പേരെ നമ്മൾ പരിചയപ്പെടേണ്ടതുള്ളൂ. അത്രയും പേര് നമുക്ക് അറിയാവുന്നത് കൊണ്ടും ബാക്കിയുള്ളവരൊക്കെ നമ്മളെല്ലാം ഒരേ വൈബ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഓറിയൻറ്റേഷൻ ഡേയ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ശരിക്കും ആ ഒരു 15 ഡേയ്സിൽ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളൊരു സങ്കടം. ഇത്ര ദിവസം നമ്മളിങ്ങനെ പാട്ടാവട്ടെ, ഡാൻസ് ആവട്ടെ, അല്ലെങ്കിൽ മറ്റ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, സ്പീക്കിങ്, ഗെയിംസ് എല്ലാം നമ്മൾ 2 ടീമാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ടാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പം ആ ഒരു ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത കുറച്ച് ദിവസങ്ങളാണ്. ഇപ്പോൾ 12 പേരാണെങ്കിലും ഇപ്പം 50 സ്ട്രെങ്ത്തുള്ളൊരു ബാച്ച് ആണെങ്കിൽ പോലും ആ ഒരു 15 ഡേയ്സ് കൊണ്ട് നമ്മൾ എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ലി ആകും. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ബാച്ചിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം 50 പേരാണെങ്കിലും 12 പേരെ ഉള്ളെങ്കിൽ പോലും നമ്മൾ എങ്ങനെ ആ ഒരു ബാച്ച് എൻജോയ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കും നമ്മളെ ആ ഒരു ബാച്ചിൻ്റെ വൈബ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഓറിയൻറ്റേഷൻ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെയൊക്കെ നമ്മൾ ആക്റ്റീവ് ആകും. ഒന്ന് എണീറ്റ് ഒന്ന് സംസാരിക്കാം,
എപ്പോഴെങ്കിലും എണീക്കാന്നല്ല, എന്തെങ്കിലും ചോദിച്ചാൽ ആദ്യം തന്നെ എണീറ്റ് ഉത്തരം പറയാൻ പറ്റുന്ന ആ ഒരു ധൈര്യത്തിലേക്ക് നമ്മൾ എത്തും. പിന്നെ ITT എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ എക്സൽ, MS വേർഡ്, ടാലി, പിന്നെ നമ്മളെ IT-യുടെ നമ്മുടെ IT പോർട്ടലിലെ, അപ്പോൾ അതിലൊക്കെ ലോഗിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിപ്പിക്കും. ശരിക്കും പറഞ്ഞാൽ ITT കുറച്ചും കൂടി ഒരു ബോറായിട്ട് നമുക്ക് തോന്നാം. നമ്മുടെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ITTക്ക് പോകുമ്പോൾ, ഓറിയൻറ്റേഷൻ നമ്മൾ ഭയങ്കര വൈബായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ITTക്ക് പോയിട്ട് നമ്മൾ ഫുൾ ടൈം ഇരിപ്പല്ലേ. ഓറിയൻറ്റേഷൻ നമ്മൾ ഇരിപ്പ് തന്നെ കുറവായിരിക്കും, എപ്പോഴും എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പം ITTക്ക് പോയിട്ട് കുറേ നേരം നമ്മളിങ്ങനെ ഇരിക്കും, നമുക്ക് ചിലപ്പോൾ ഒരു ബോറടി തോന്നും. പക്ഷേ നമുക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ ITTക്ക് നമുക്ക് എക്സാം ഉണ്ട്, അതേപോലെ നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യണം, പ്രൊജക്റ്റ് റിപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഓറിയൻറ്റേഷൻ ഇല്ലാഞ്ഞിട്ട് നമ്മൾ ITTക്ക് വരുമ്പോൾ നമുക്ക് ഉള്ളത്. അപ്പം ഈ 3 പ്രസൻറ്റേഷൻ ആണെങ്കിൽ നമ്മൾ ടോപ്പിക് എടുക്കുക, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ഒരു 6-7 സ്ലൈഡ്സ് നമ്മൾ ചെയ്ത് കാണിക്കുക. അതേപോലെ പ്രൊജക്റ്റ് റിപ്പോർട്ടും വേണം, ഒരു 30 പേജോളം വരുന്ന പ്രൊജക്റ്റ് റിപ്പോർട്ട് നമുക്ക് വേണം. പിന്നെ എക്സാം ആവട്ടെ നമുക്ക് MCQ പോലെ തന്നെയുള്ള എക്സാംസ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിമ്പിളാണ്, പഠിച്ചില്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്ക് എക്സാം എഴുതാനായിട്ട് പോകരുത്. നമ്മൾ ആ ഒരു ചെയ്യുന്ന ടൈമിൽ നമ്മളത് പഠിക്കുക. അതേപോലെ നമുക്ക് അവർ PDFs ഒക്കെ തരും, അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടേ പോകാവുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു 200 ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ട്, അപ്പോൾ ആ 200 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ പിന്നെയും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെയും നമ്മൾ വേറെ 200 ക്വസ്റ്റ്യൻസ് വായിച്ച് നമ്മൾ അത്രയും ടൈമും പോകും, നമുക്ക് പിന്നെ ടെൻഷൻ ആവുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒന്ന് വായിച്ചെടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതേപോലെ ചിലപ്പോൾ മൊഡ്യൂൾ എക്സാംസ് കാണും, ചിലടത്ത് മൊഡ്യൂൾ എക്സാംസ് കാണും, ചിലടത്ത് കാണില്ല. അപ്പം ഇല്ലാത്തടത്ത് ആ ഒരു മാർക്കും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും അവരെ ആ ഒരു മെയിൻ എക്സാംസ് ഒക്കെ വരിക. അതൊക്കെ ഓരോ ബ്രാഞ്ചിലെയും ഓരോ രീതി അനുസരിച്ചായിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു രീതിയിൽ IT-യുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യണം. എനിവേ വലിയ ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഓറിയൻറ്റേഷൻ ITT എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു എക്സാമിന് ടെൻഷനൊക്കെ മാറി കുറച്ച് നാളത്തേക്ക് നമ്മൾ വേറൊരു ഫീൽഡ് അങ്ങനെയാണ്. അപ്പം ഓറിയൻറ്റേഷൻ ആവട്ടെ ITT ആവട്ടെ നല്ല രീതിക്ക് നല്ല ബ്രാഞ്ച് കണ്ടുപിടിച്ച് നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് അടിപൊളിയാക്കുക. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. പൊതുവെ ഇത്രയൊക്കെ ഉള്ളൂ ഓറിയൻറ്റേഷൻ ITT എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പം ഇനി ഇതേപോലെ എന്തെങ്കിലും വീഡിയോസ് നമ്മുടെ CA റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിൽ അല്ലാത്തതാണെങ്കിലും എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.